ഇതൊരു ഹെൽത്തി കറിയാണ്. മത്തനും കുമ്പളങ്ങയും കൂടി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വേവിക്കുന്നതാണ്. ലാസ്റ്റ് ഇത് വെന്ത് കഴിയുമ്പോൾ വെളിച്ചെണ്ണ താളിച്ച് മാറ്റി വയ്ക്കും. ഹെൽത്തി കറിയാണെന്ന് പറയാൻ കാരണം മത്തൻ അണുനാശിനിയാണ്. നമ്മുടെ ശരീരത്തിൽ എന്ത് ബാക്ടീരിയ, അണുബാധ, ഫംഗസ് എല്ലാ അണുബാധകളെയും തടഞ്ഞു നിർത്തും, ഇല്ലായ്മ ചെയ്യും. അതുപോലെ രക്തവർദ്ധനവും രക്തശുദ്ധീകരണത്തിനും വളരെ ഫലപ്രദമാണ് മത്തൻ്റെ കുരു, വിത്ത് പ്രോട്ടീൻസും സെറട്ടോണിൻ പോലുള്ള ഹോർമോൺസ് വർധനവിനും വളരെ ഉത്തമമാണ്. കുമ്പളങ്ങ, പിന്നീടുള്ള കഷ്ണം കുമ്പളങ്ങയാണ്. കുമ്പളങ്ങ വളരെ ശരീരത്തിന് വളരെ ഉത്തമമാണ്, ബലമാണ്. കുമ്പളങ്ങ ശരീരത്തിൽ ജലാംശം നിലനിർത്തും, വിളർച്ച, അനീമിയ പോലുള്ള രോഗങ്ങളെ തടുക്കും. ഒരുവിധം മാറ്റി നിർത്താൻ കുമ്പളങ്ങക്ക് സാധിക്കും. ശരീരത്തിൽ നീർക്കെട്ടുണ്ട്, അതൊക്കെ മാറിക്കിട്ടും. ഈ മത്തനും കുമ്പളങ്ങയും ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ ഇതൊക്കെ നിയന്ത്രിച്ച് ശരീരത്തെ സ്റ്റേബിളായി നിലനിർത്തും. ശരീരത്തിൽ എന്ത് അണുബാധകളുണ്ടെങ്കിലും, പ്രത്യേകിച്ച് വയറിലുള്ള കുട്ടികൾക്കൊക്കെ വയറുള്ള ഫംഗസ്, വിരശല്യം, ഗ്യാസ് ട്രബിൾ, അതൊക്കെ ഈ കുമ്പളങ്ങയും മത്തനും വളരെയധികം തടഞ്ഞു നിർത്തും. അത് വളരെ ഉത്തമമായൊരു കറിയാണ്. കുട്ടികൾക്കൊക്കെ വയറിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ വെച്ച് കൊടുക്കാം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗിക്കാം കേട്ടോ. രണ്ടുപേർക്കും എല്ലാവർക്കും ഇത് ഉപയോഗിക്കാം. ശരിക്കും പറഞ്ഞാൽ വയറ് ക്ലീൻ ചെയ്യുന്ന ഔഷധമാണിത്. നാട്ടിലൊക്കെ ഇതിന് മത്തനും കുമ്പളങ്ങയും ചേർത്ത് പല കഷ്ണങ്ങളും ചേർത്ത് വെക്കും. പക്ഷേ ഇത് ഔഷധക്കറികളിൽ മാത്രമാണ് മത്തനും കുമ്പളവും മാത്രം ചേർത്ത് വെക്കുന്നത്. നാട്ടിലൊക്കെ ഇതിന് ഓലൻ എന്ന് പറയും. പക്ഷെ ഓലനാകുമ്പോൾ തേങ്ങാപ്പാൽ പിഴിഞ്ഞൊഴിക്കണം. ഇത് ഔഷധക്കറി ആയതുകൊണ്ട് തേങ്ങാപ്പാൽ പിഴിഞ്ഞൊഴിക്കാത്തത്, പച്ചമുളകോ ചുവന്ന മുളകൊന്നും ഇതിലിട്ട് കൊടുക്കാത്തത്. നല്ലൊരു ഔഷധ കറിയാണിത്.